അപ്പോൾ ഞങ്ങൾ ഇതേന ഇന്ന് ഞായറാഴ്ച ആയപ്പോഴത്തേക്കും ഒന്ന് കോടനാട് വരെയും പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് കുറച്ച് നാൾ മുമ്പ് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷേ എനിക്ക് ഈ വീഡിയോ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. ഈ ഒരു വലിയ വീഡിയോൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 11:30 ആയപ്പോഴത്തേക്കുമാണ് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ പോണ വഴി ആയപ്പോഴത്തേക്കും 1:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഉമ്മയും ഒപ്പിക്കൊക്കെ ഞങ്ങൾ നല്ലൊരു കൂടി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ കോടനാട് പോകാൻ പോകണേ കേട്ടോ. കോടനാടിലേക്ക് പോകാൻ പോണേണ്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ കോടനാട് പോകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ ഫാനിൻ്റെ അവിടെ കയ്യും പൊക്കി നിൽക്കണമായിരുന്നു. എന്താ വെച്ചാൽ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി ഇപ്പോൾ കോടനാട് പോകണതാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് 1-2 പ്രാവശ്യം പോയിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ വീണ്ടും ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ സ്ഥലമൊക്കെ മറന്നു പോയിട്ടുണ്ട് എങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പം ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കോടനാട് എത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പം അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു ഫോറസ്റ്റ് ലുക്കാണ്. ഫോറസ്റ്റ് തന്നെയാണ്, പക്ഷെ ഒരു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. നിങ്ങളിതിന് മുമ്പ് പെരുമ്പാവൂരിൽ കോടനാട് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഇപ്പോൾ നമ്മൾ അകത്തേക്ക് അങ്ങോട്ട് കയറിയിട്ടില്ല, വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട്. അങ്ങനെ നമുക്ക് ചാനലിലേക്കുള്ള കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കാനുണ്ട് കേട്ടോ. അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ പാർക്ക് ചെയ്യണതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു തോടാക്കാനാൽ അങ്ങനത്തെ ഒന്നൊരു സാധനം ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. നല്ല പ്യുവർ വാട്ടർ ആയിരുന്നു അതിൽ നിന്ന് വന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഒട്ടും തന്നെ ഒരു പൊടി പോലും അഴിക്കില്ലാതെ നല്ല അടിപൊളി വെള്ളമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ തന്നെ ജസ്റ്റ് ആദ്യം അകത്തേക്ക് ഇറങ്ങിങ്ങനെ ഞങ്ങൾ നേരെ ഇന്ന് നടന്ന് ഇങ്ങനെ ജസ്റ്റ് അവിടുത്തെ കാഴ്ചയൊന്നും കണ്ടിട്ട് തിരിച്ചു നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ കുറേ ആനേനെയും മാനിനെയൊക്കെ കണ്ട്. അപ്പോൾ എനിക്കൊന്ന് ആനേനെയും മാനിനെയൊക്കെ ഒന്ന് കാണാൻ കൊതിയായിട്ട് വയ്യായിരുന്നു കേട്ടോ. എനിക്ക് അത് ഏത് വഴി കൂടെ പോയാലാണ് കാണണമെന്നൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള കോമഡി വീഡിയോ അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വ്ളോഗ് ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യണത്. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് തന്നെ 2-3 ആഴ്ച ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ അങ്ങനെ അകത്തേക്ക് കയറാനുള്ള വഴിയൊക്കെ കണ്ടുപിടിച്ച് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ അന്തമായിട്ടിരിക്കണം. നല്ല രസമുണ്ടായിരുന്നു. വെയിലും തണലൊക്കെ ആയിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും അതേ നല്ല വെയിലാണ് ഇവിടെ. അപ്പോൾ മഴക്കാറേ ഒന്ന് പറഞ്ഞ സാധനമേ ഉണ്ടായിരുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു. കറക്റ്റ് ടൈമിങ്ങിനായിരുന്നു ഫ്രണ്ട്സ് നമ്മൾ എത്തിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു നടക്കണതിൻ്റെ ഇടയിൽ തന്നെ കുറേ ബട്ടർഫ്ലൈസിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോർഡ് കാണിച്ചിട്ടുണ്ട്. അവിടെ കുറേ ബട്ടർഫ്ലൈക്ക് വരാറുണ്ട് കേട്ടോ. ഞാൻ 1-2 ബട്ടർഫ്ലൈനെയൊക്കെ കണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ളത് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തുള്ളി ചാടി എല്ലാം ആസ്വദിച്ച് നടക്കണേ കേട്ടോ. അപ്പോൾ സൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ബോർഡ് ഞാൻ ക്ലിയർ ആയിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ബോർഡുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്നവിടെ ഒരുപാട് അട്ട ഉണ്ടാവും കേട്ടോ. അട്ട എന്ന് വെച്ചാൽ മറ്റേ സാധനം നമ്മുടെ കാലിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കണ അങ്ങനത്തെ അട്ടയല്ല. ഇവിടുത്തെ അട്ട എന്ന് ഉദ്ദേശിച്ചത് പാമ്പ് പോലെ ഉണ്ടാവും കേട്ടോ. ഒരു ബ്ലാക്ക് കളറാണ്. സാധനം ഇങ്ങനെ തേരട്ട, അങ്ങനെ ഞങ്ങൾ നാട്ടിൽ തേരട്ടാന്നാണ് കേട്ടോ പറയണത്. ഒരു റെഡും യെല്ലോ ഒക്കെ, അതിൻ്റെ തന്നെ ബ്ലാക്ക് വലുതുണ്ട്. എപ്പോഴും എവിടെ നോക്കിയാലും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ കിടക്കുണ്ടാവും. നല്ല തടിയും വലുതൊക്കെ ഇരിക്കും. പാമ്പിൻ്റെ അത്ര നീളമില്ലെങ്കിൽ അത്യാവശ്യം നല്ല നീളമൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്ന് നമ്മുടെ മാൻകുട്ടന്മാരെ കണ്ടെത്തി ഫ്രണ്ട്സ്. ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്ര നേരം ആനയൊക്കെ എവിടെ നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. മാനിനെ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. മാനിൻ്റെ ഒരു പാർക്ക് പോലത്തെ ആ സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ മാടും ഉണ്ട് കേട്ടോ. മാടും മാനും മാനിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. നല്ല രസമുണ്ട്. എല്ലാം ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. അന്നൊരു ദിവസം ഞാൻ പറഞ്ഞില്ലേ 2 പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ
അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഞാൻ ഈ മാനിന് ഇലയൊക്കെ തീറ്റയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാനുകളെല്ലാം ബിസി ആയിരുന്നു, എല്ലാം അറ്റത്ത് ആയിരുന്നിട്ട് എല്ലാം ഭയങ്കര ബിസിയിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ വേറെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു, അവർക്ക് ആയിട്ട് കൊടുക്കണ ഫുഡ് കഴിക്കണമായിരുന്നിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫുഡൊക്കെ കൊടുക്കാൻ നോക്കി, പക്ഷേ എല്ലാവരും വേറെ ഫുഡ് കഴിക്കണ ബിസിയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാനിനെയൊക്കെ കണ്ട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നടന്ന് ഇപ്പോൾ ആനയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ആനേനെ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. ഞാൻ എന്താ വെച്ചാൽ ഭയങ്കര ഞാൻ കോടനാടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആനയും മാനും ആണ് എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആനേനെയൊക്കെ കണ്ടു. കുറേ ആന ഉണ്ടായിരുന്നു, 52 വയസ്സുള്ള ആനയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ആനകളുടെ പേരും ബോർഡൊക്കെ പേരും വയസ്സും എഴുതിയിട്ട് ഒരു ബോർഡ് ഇങ്ങനെ വെക്കൂട്ട ആനകളുടെ ഫ്രണ്ടിൽ. അപ്പം ഞാൻ എല്ലാ ആനയുടെ വയസ്സും പേരൊക്കെ വായിച്ചുകൊണ്ട് നടക്കണമായിരുന്നു. കുറേ ആന ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വയസ്സുള്ള ആന 52, 60 അത്രയുള്ള ആനയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ആനേനെ കാണിച്ചു ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കണേ. ഈ ഡാൻസ് കളിക്കാൻ ആന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്ക് തോന്നുന്നു ഇത് സർക്കസിനൊക്കെ കൊണ്ടുപോകണ ആനയെന്ന് തോന്നണ്ട. ഇത് ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് വീഡിയോ പിടിക്കുമ്പോൾ ഫോൺ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കുറച്ച് ഡാൻസ് കളിക്കും, പിന്നെ ഞാൻ ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യുമ്പോഴൊക്കെ അതും ഒരു കാലൊക്കെ പോക്കി പോസ് ചെയ്യിട്ട. ആ ആനയുടെ പേര് ആശ എന്നാണ് പേര്. 20 വയസ്സാണ് ടൈന്. ഞാൻ ആ ബോർഡ് വായിച്ചായിരുന്നു നേരത്തെ. അങ്ങനെ ഞങ്ങൾ ആനേനെയൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കണേണ്. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഫുൾ കാടും അപ്പുറത്തിപ്പുറത്തൊക്കെ നല്ല കാടൊരു അടിപൊളി അന്തരീക്ഷമായിരുന്നു. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ വന്നപ്പോൾ പറഞ്ഞില്ലേ നല്ല രസമാണെന്ന് വെയിലായിരുന്നു. പക്ഷേ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റിയില്ല മഴക്കാർ വന്നത്. എന്താ വെച്ചാൽ ഫുള്ള് മരമായിട്ട് ഇങ്ങനെ നല്ല തണലായിരുന്നല്ലോ. അപ്പോൾ മഴക്കാർ വന്നത് നമുക്ക് അറിയാനേ പറ്റിയില്ല. ലാസ്റ്റ് ഒറ്റൊരു ടപ്പേന്നും പറഞ്ഞൊരു മഴ അങ്ങോട്ട് പെയ്ത്. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ കുറേ ഇങ്ങനെ ഒരു ഓലയും ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഹട്ട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഞങ്ങൾ അങ്ങനെ അതിൻ്റെ അവിടെ കയറി നിന്ന് പിന്നെ മഴയൊക്കൊന്ന് കുറഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ വീണ്ടും മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി. നടന്നപ്പോൾ ഞാനൊരു ഐറ്റം കണ്ടു ഫ്രണ്ട്സ്, ട്രീ ഹൗസ് അവിടെ ഇടയ്ക്ക് ഇങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ട്രീ ഹൗസ് കണ്ടപ്പോൾ എനിക്ക് കയറാൻ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 5 പേർക്കാണ് ഇതിൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റിലൊക്കെ കയറണ പകുതി എത്തിയപ്പോഴത്തേക്കും എൻ്റെ കിളി പോയി. പിന്നെ താഴത്തേക്ക് ഇറങ്ങാനും പേടിയായപ്പോൾ ഞാൻ മുമ്പിലേക്ക് തന്നെ കയറി. പൊക്കത്ത് എത്തിയപ്പോൾ ഫ്രണ്ട്സ് നല്ല പേടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ മതി എന്നാണ്. പക്ഷേ ട്രീ ഹൗസിൽ നിന്ന് താഴത്തേക്ക് നോക്കിയപ്പോഴാണെങ്കിൽ ആ സ്റ്റെപ്പൊക്കെ ആണെങ്കിൽ സ്ട്രെയിറ്റിലിരിക്കണം, അതാണ് ഇറങ്ങാനും പേടിയായിരുന്നു. ലാസ്റ്റ് ഞാൻ എങ്ങനെയൊക്കെയോ പയ്യെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഇറങ്ങണേന് ഞാൻ അരമണിക്കൂർ പോയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും നടന്നപ്പോൾ അവിടെ കുറേ പാർക്കെല്ലാം ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഊഞ്ഞാലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മരത്തിൽ കെട്ടി വലിയൊരു ഊഞ്ഞാലയിൽ കയറിയിരുന്ന്. അതാണെങ്കിൽ പയ്യൊന്ന് അവ ഇരുന്നാൽ മതി, അപ്പം തന്നെ അത് ആടാൻ തുടങ്ങും. നല്ല രസമുണ്ടായിരുന്നു ഫ്രണ്ട്സ്. എനിക്കാണെങ്കിൽ ഈ ഊഞ്ഞാലയിൽ ഇതെന്ന് പറഞ്ഞാൽ നല്ലോണം ആടാൻ പറ്റണം ഊഞ്ഞാല എന്നിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഊഞ്ഞാലയിൽ കളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. പാറക്കല്ലൊക്കെ കയറിയിട്ട് കറങ്ങിയിട്ടൊക്കെ വെറുതെ കറങ്ങി അടിച്ച് നടക്കണമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇവിടുന്ന് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇക്കാക്കയുടെ അപ്പുറത്തുണ്ട് ഒരു ഹട്ട്, കുടിൽ പോലത്തെ സാധനം, അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേറെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ മുളയില്ലേ, മുള വടിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയേക്കണ ചെയർ ഒക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു, ഒരു പ്രത്യേക ഒരു രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഇക്കാക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേണ്. ഇപ്പം ഞാൻ ഈ കാണിച്ചില്ലേ ഒരു ഹട്ട് പോലത്തെ സാധനം, ഇങ്ങനത്തെ സാധനമായിട്ട് ഞാൻ പറഞ്ഞത്. മീൻസ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ കുറേ പേർക്ക് ഇങ്ങനെ ചുറ്റിനും ഇരിക്കുക, ഒരു നല്ല രസം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാട് അന്തരീക്ഷമാണ്, നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ പാർക്കിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് നടന്നാൽ മതി, അവിടെ പാർക്കുണ്ട്. പാർക്കിൽ കയറിയിട്ട് ഞങ്ങൾ ഊഞ്ഞാലയിൽ കാടിക്കൊണ്ടിരിക്കണമായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ആ ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചാൽ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു പോയിട്ട്. എന്നിട്ടാണ് ഞങ്ങൾ പാർക്കിൽ വന്നത് ശരിക്കും. അങ്ങനെ പാർക്കിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ വീണ്ടും നടക്കണതാണ്. ഇനിയിപ്പോൾ കാണാനധികം സ്ഥലമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ അത്രേ ഉള്ളൂ. വന്ന വഴി തന്നെ തിരിച്ചെത്തും. അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത്രയും ചുറ്റിക്കറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോവാതെ നേരെ നടന്നാൽ തന്നെ വന്ന വഴിയിലേക്ക് തന്നെ എത്തൂട്ട. അതാണ് എനിക്കത് എങ്ങനെയെന്ന് മനസ്സിലായില്ല. എന്തായാലും ഞങ്ങൾ അങ്ങനെ നടക്കണമായിരുന്നു. അപ്പോൾ വാപ്പ തന്നെ ഒരു മരത്തിൽ ഇങ്ങനെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടാക്കി കിടക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സ്റ്റാർ ഫ്രൂട്ട് ഒന്ന് പഴുത്തിരിക്കണ സ്റ്റാർ ഫ്രൂട്ടായിരുന്നു കേട്ടോ. അതിന് ഞാൻ ആ സ്റ്റാർ ഫ്രൂട്ട് ഒരെണ്ണം പറിച്ചെടുത്ത്
എന്താണ് ദേ ഫ്രണ്ട്സ് 2 ഞാൻ പറിച്ച്, ഒരെണ്ണം പഴുത്തത് ഒരെണ്ണം പച്ചയായിരുന്നു. പക്ഷേ എനിക്ക് പച്ച സ്റ്റാർ ഫ്രൂട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്ക് എന്താണെന്ന് അറിയില്ല, എല്ലാം പച്ച കഴിക്കാനാണ് ഇഷ്ടം. മാങ്ങ പച്ച കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ എല്ലാം പച്ചന കഴിക്കാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ സ്റ്റാർ ഫ്രൂട്ട് പച്ചക്ക് കഴിച്ച്, പക്ഷേ അതിനും ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരം ഉണ്ടാട്ടാ, അതിൽ പച്ച സ്റ്റാർ ഫ്രൂട്ടിനൊക്കെ ഭയങ്കര പുളിയായിരിക്കും. അങ്ങനെ ഞാൻ സ്റ്റാർ ഫ്രൂട്ടൊക്കെ കഴിച്ചിട്ട് നേരെ പുറത്തേക്ക് പോയി കയറി ഞങ്ങളെല്ലാവരും കൂടി നേരെ വീട്ടിലേക്ക് പോയിട്ടാ. അപ്പോൾ ഇത്രയുള്ള എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ള നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാൻ. അതിലേക്കും ബൈ ബൈ.